യേശുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുവിലെ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, കരുണയുടെ അവസാന മണിക്കൂർ എന്ന ഈ പുസ്തകത്തിലെ അടുത്ത ഭാഗം നമുക്ക് വായിച്ചാലോ? നമുക്കൊരുമിച്ച് വായിക്കാം. യേശുവിൻ്റെ ചെമ്മരിയാടാകാനുള്ള വിളി. അതുകൊണ്ട് ഓരോരുത്തർക്കും നല്ലത് ഒരു മാർപ്പാപ്പയെയോ ഒരു രാജാവിനെയോ ഒക്കെ പോലെ നേതാവാകാൻ നിൽക്കാതെ എൻ്റെ ചെമ്മരിയാടാവുകയാണ്. എൻ്റെ ചെമ്മരിയാട് എന്നാൽ ശുദ്ധമായ നിഷ്കളങ്കത, സമൃദ്ധമായ കരുണ, അചഞ്ചലമായ ക്ഷമ, യഥാർത്ഥമായ അനുസരണം, സ്വീകാര്യമായ പരിഹാര പ്രവൃത്തികൾ എന്നിവ ഉണ്ടായിരിക്കുക എന്നതാണ്. ശുദ്ധമായ നിഷ്കളങ്കത എന്നാൽ ലാളിത്യത്തിൻ്റെ ജീവിതം നയിക്കുക എന്നതാണ്. ഹൃദയത്തിൽ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അവരെ വെറുക്കുകയോ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അവരുടെ വസ്തുക്കൾ അപഹരിക്കാതിരിക്കുകയോ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു ജീവിതമാണ് ശുദ്ധമായ നിഷ്കളങ്ക ജീവിതം. അങ്ങനെയുള്ളവർ എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ചേർക്കപ്പെടാൻ യോഗ്യരാണ്. സമൃദ്ധമായ കരുണ എന്നാൽ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ ദാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നതാണ്. അചഞ്ചലമായ ക്ഷമ എന്നാൽ ആരെങ്കിലും നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ നിങ്ങൾക്കെതിരായി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ആ സഹനത്തിന് പ്രതികാരം ചെയ്യാതെ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. യഥാർത്ഥമായ അനുസരണം എന്നാൽ നിങ്ങളുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ക്രമപ്പെടുത്തുക എന്നതാണ്. അതിന് എളിമ ആവശ്യമാണ്. കാരണം ദൈവവചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുക. അഹങ്കാരികൾ എൻ്റെ ആട്ടിക്കൂട്ടത്തിൽ പെടുന്നില്ല. സ്വീകാര്യമായ പരിഹാരം എന്നാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ചേരുന്ന പരിഹാരം ചെയ്യുക എന്നതാണ്. നന്മ മാത്രം ചെയ്യുകയും തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നീതിമാനായി ഭൂമിയിൽ ഒരുവൻ പോലുമില്ല. അതുകൊണ്ട് സ്വീകാര്യമായ പരിഹാരം എന്നാൽ ആത്മാർത്ഥമായ അനുതാപം തന്നെയാണ്. ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുകയും ഇനി ഒരിക്കലും ആ പാപങ്ങൾ ചെയ്യില്ല എന്ന ദൃഢമായ തീരുമാനം എടുക്കുകയുമാണ് വേണ്ടത്. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും യേശുവിൻ്റെ ചെമ്മരിയാടാകാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് ശുദ്ധമായ നിഷ്കളങ്കതയും സമൃദ്ധമായ കരുണയും അചഞ്ചലമായ ക്ഷമയും യഥാർത്ഥമായ അനുസരണവും സ്വീകാര്യമായ പരിഹാര പ്രവൃത്തികൾ ചെയ്യുന്നവരുമാകാം. ഇതിനെല്ലാം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ഈശോയെ, അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. എൻ്റെ ഈശോയെ, അങ്ങയുടെ രണ്ടാം വരവനായി ഞങ്ങളെ ഒരുക്കണമേ. അങ്ങ് വരുമ്പോൾ നന്മയുള്ളവരായി ജീവിക്കുന്നവരായിരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ആഴത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിൽ അടിപതരാതെ മുന്നോട്ട് പോകാനുള്ള കൃപ നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ആമേൻ.